ഹലോ ഗൈസ്, അപ്പോൾ ഞാനാണ് നിങ്ങളുടെ ആതിര മോണായിട്ട്. അപ്പോൾ നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ അഭിനയിച്ചിട്ടുള്ള തമിഴ് മൂവിയുടെ ഓഡിയോ ലോഞ്ചാണ് രാമുവിൻ മനവികളുടെ. അപ്പോൾ കൂടെ അച്ഛനുണ്ട് അമ്മയുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് ട്രെയിൻ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ടിക്കറ്റ്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ട്രെയിൻ വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. പക്ഷേ നമുക്ക് പോകാനുള്ളത് കിട്ടിയെങ്കിലും വരാനുള്ള ടിക്കറ്റ് കിട്ടിയിരുന്നില്ല. പിന്നെ ഇത് ബസ്സിലൊക്കെ വലിയ കയറി പിടിച്ച് വരണം. അപ്പോൾ അതാ അങ്ങനെ കയറി ട്രെയിനിലിരുന്നു. അപ്പോൾ അതാ കുറേ നേരം പാട്ടൊക്കെ കേട്ടതിന് ശേഷം ഇതാ കോഴിക്കോട് അങ്ങനെ എത്തി കേട്ടോ. അപ്പോൾ ഇനി കോഴിക്കോട് ഇറങ്ങിയിട്ട് കൈരളി തിയേറ്ററാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്ക് നമ്മളൊരു ഓട്ടോ വിളിച്ച് പോവുകയാണ്. അപ്പോൾ അവിടെ സ്ഥലങ്ങളൊന്നും കറക്റ്റ് അറിയില്ല, എന്നാലും ഓട്ടോച്ചേട്ടന്മാർക്ക് പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ അവർ കൊണ്ടുപോവാണ്. അങ്ങനെ ഇതാ അവിടെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ, അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യാനൊക്കെ ഒരു റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് കൂടെ. അപ്പോൾ ഇതാണ് നമ്മുടെ സിനിമയിലെ നായകൻ ബാലു ശ്രീധർ എന്ന് പറഞ്ഞിട്ടുള്ള ബാലുച്ചേട്ടൻ, ട്രിവാൻഡ്രംകാരനാണ്. അപ്പോൾ അതാ ചെന്ന് കയറുമ്പോഴേക്കും നമ്മുടെ ഫ്ലക്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. വലിയ ഫ്ലക്സൊക്കെ കണ്ടപ്പോൾ സന്തോഷമായി. അങ്ങനെ ഇതാണ് പിന്നെ 3 മനേവികൾ അങ്ങനെ. അപ്പോൾ അതിന് ശേഷം ഓഡിറ്റോറിയത്തിലേക്ക് അങ്ങനെ കയറുകയാണ്. അപ്പോൾ അമ്മ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗസ്റ്റ് അവിടെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് ആയിരുന്നത് എം വിനു സാറാണ്. ഡയറക്ടറായിട്ടുള്ള ബാലേട്ടൻ ബസ് കണ്ടക്ടറൊക്കെ ചെയ്തിട്ടുള്ള സാറാണ്. അപ്പോൾ ആളായിരുന്നു ഓഡിയോ ലോഞ്ചിന് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കൂടെ ഉണ്ടായിരുന്നത് ഗാനരചയിതാവായിട്ടുള്ള നിധി സാറും ഉണ്ടായിരുന്നു. അങ്ങനെ 2 വാക്ക് സംസാരിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും അങ്ങനെ പറയാനധികം എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ലെങ്കിലും തട്ടിമുട്ടി എന്തൊക്കെയോ ഞാൻ പറഞ്ഞു, എല്ലാവരുടെ അടുത്തും നന്ദിയൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം കുറച്ച് റീൽസൊക്കെ എടുത്തു. റീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫ്ലെക്സിൻ്റെ മുന്നിൽ ഞാൻ നിന്നിട്ടുള്ള കുറച്ച് എന്താ പറയുക ഐറ്റംസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ. അപ്പോൾ അതിന് ശേഷം നമുക്കത് ഇറങ്ങാനുള്ള ടൈമായിട്ട് അപ്പോഴേക്കും 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബസ്സൊക്കെ കയറി നമ്മൾ തൃശ്ശൂർ എത്തുമ്പോൾ ഒരു നേരമാവും. അപ്പോൾ അങ്ങനെ എല്ലാവരുടെ അടുത്തും ടാറ്റാ ബൈ ബൈ പറഞ്ഞ് അങ്ങനെ മെല്ലെ ഇറങ്ങി. അപ്പോൾ വീണ്ടും ഞാൻ ഫ്ലെക്സിൻ്റെ മുന്നിലൊക്കെ നിന്നൊരു വീഡിയോ ഒക്കെ എടുത്തു. അതിന് ശേഷം തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.